ഒരിക്കൽ കൂടിയല്ല, പലതവണ നമ്മൾ ആ പേര് പറയണം. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഒരു പോണിവാലയായിരുന്നു അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസവാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസാവാലിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യരായിരുന്നു. നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു. അവിടെ പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി ആയിരുന്നിട്ടും കലിമ ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സയ്യിദ് ആദിൽ എന്താ ചെയ്തത്? സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത്. അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടിയേറ്റ് ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി താഴെ വീഴുകയാണ് ചെയ്തത്. ആ സയ്യിദ് ആദിൽ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിന് നമ്മൾ എന്തു പറയും? ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ്? മാനവികതയ്ക്കെതിരെ, ഇന്ത്യക്കെതിരെ. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും. ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് 3 കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രോക്സി വാറാണ്. ആ പ്രോക്സി വാറിൽ മതത്തെ ടൂളാക്കിക്കൊണ്ടുള്ള ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും. അതല്ലാത്ത പക്ഷം ഇന്ത്യയെ ഒരാൾ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതുവഴി